أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة كانت على المؤمنين كتابا موقوتا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. വ്യായാമവും വിവാദവും എന്ന ആനുകാലികമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നേരം വെളുക്കുമ്പോൾ തന്നെ, അതിനെയും മുമ്പ് തന്നെ ആളുകൾ വീട്ടിൽ നിന്നിറങ്ങി വ്യായാമത്തിന് വേണ്ടി, തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഓടുകയും ചാടുകയും ചെയ്യുന്നത് ദിനംപ്രതി അധികരിച്ചു വരികയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ സത്യവിശ്വാസികൾക്ക് മുഴുവനും പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു ജീവിത സംവിധാനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമെന്നത് വിലമതിക്കാനാവാത്ത സമ്പാദ്യമാണ്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അനുഗ്രഹം, ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിൽ നിന്ന് അവന് ലഭിക്കുന്ന ഈമാൻ തന്നെയാണ്. സത്യവിശ്വാസം ലഭിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒന്നും പേരിൽ അവൻ ബേജാറാകേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതുമില്ല. കാരണം യഥാർത്ഥ ഈമാൻ കൈമുതലായുള്ള മനുഷ്യൻ ഭൗതികമായ ഈ ലോകത്ത് അവന് എന്തെങ്കിലും പോരായ്മകൾ അവന് സംഭവിച്ചാലും, ജീവിതം കുടുസായി പോയാലും, ഞെരുക്കത്തിലായി പോയാലും, പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും, ഈമാനുള്ള മനുഷ്യന്റെ ജീവിതം ഈ നൈമിഷികമായ ജീവിതം അല്ല.
വിശ്വാസികൾക്ക് അവരുടെ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നത് പരലോകത്താണ് എന്നതുകൊണ്ട് തന്നെ ഈ ലോകത്ത് തനിക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ഉണ്ടായാലും ഈമാൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന ബോധം അവനുണ്ടാവുകയും അനന്തമായ ജീവിതമാണ്, പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് തിരിച്ചറിയുന്നതോടെ അവൻ അവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക്, അതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് കൈമുതൽ തൻ്റെ കയ്യിലുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവന് സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഭൗതികമായ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും അവന്റെ കയ്യിലുണ്ട്. ആവശ്യത്തിലധികം സമ്പത്തുണ്ട്, പ്രതാപമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ആരുടെ മുമ്പിലും സ്വാധീനമുണ്ട്. പക്ഷേ എന്തൊക്കെ സ്വാധീനങ്ങൾ ഒരു മനുഷ്യനുണ്ടായാലും അതുകൊണ്ടൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു നിലക്കും ഒരു ഉപകാരവും അവന് ലഭിക്കൂല. അതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ലഭിക്കാത്ത ദിവസത്തിൽ അവന് രക്ഷപ്പെടാനുള്ള മാർഗമായ ഈമാൻ അവന്റെ കയ്യിലില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ പരാജിതനുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം അവന്റെ ഈമാനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസിക്ക് ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹം അവന്റെ ആരോഗ്യമാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈമാനിന് ശേഷം, ഹിദായത്തിന് ശേഷം, സന്മാർഗ ലബ്ധിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം, സമ്പത്ത് അവന്റെ ആരോഗ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ ആഫിയത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യുന്ന ഒരു മഹത്തായ പ്രാർത്ഥന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. അല്ലാഹുവേ, എനിക്ക് ദീനിലും ദുനിയാവിലും നീ ആരോഗ്യം നൽകണേ, ദീനിലും ദുനിയാവിലും എന്നെ നീ ആഫിയത്തിലാക്കണേ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഓ നബിയേ, അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ അസ്സ വജൽ. അല്ലാഹുവിനോട് ഞാൻ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലില്ലാഹിൽ ആഫിയ, അല്ലാഹുവിനോട് നീ ആരോഗ്യം ചോദിക്കണം, അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറഞ്ഞു, യാ അബ്ബാസ്, നീ അല്ലാഹുവിനോട് എപ്പോഴും ആഫിയത്തിനെ ചോദിക്കുക, സലില്ലാഹിൽ ആഫിയ. വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് തങ്ങളെ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ആഫിയത്ത് തന്നെയാണ്. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ചോദിക്കണം. അത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ വിജയം കൈവരിച്ചു. എത്രയോ ദുആകളിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കാൻ നിർദ്ദേശിക്കുകയും അവിടുന്ന് ചോദിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആഫിയത്ത് എന്നത് അത് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ദുനിയാവിൽ നിന്ന് ജീവിക്കുന്ന സമയത്ത് ആഫിയത്തില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ, ഒരു നേട്ടവും അവനുണ്ടാകൂല. ആ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗം അന്വേഷിക്കുകയും എന്നാൽ ആ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെ മുഴുവനും തിരസ്കരിക്കുകയും ചെയ്യുന്ന കാലം. ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ മാർഗങ്ങളെ മുഴുവനും തിരസ്കരിച്ചുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മുഅ്മിനിനുള്ള എല്ലാ മാർഗങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് ആരോഗ്യത്തിന്റെ മാർഗങ്ങൾ എന്ന് മനസ്സിലാക്കി തന്റെ ആഫിയത്ത് കീപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ, തന്റെ ഫിറ്റ്നസ് സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ, അത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ആരോഗ്യം സംരക്ഷിക്കേണ്ടതെന്ന്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു വ്യായാമം അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ 5 വഖത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരം തന്നെ വിശ്വാസിക്ക് ഏറ്റവും വലിയ വ്യായാമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിസ്കാരത്തിന്റെ ഉദ്ദേശം അതാണെങ്കിലും വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തുകളിലൂടെ, അത് നിസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഏത് കർമ്മങ്ങളാണെങ്കിലും വുദൂ ചെയ്യുമ്പോഴാണെങ്കിലും അതിലൂടെയെല്ലാം അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ മാർഗം, ലക്ഷ്യം അവൻ കൈവരിക്കുന്നതോടൊപ്പം അതിന്റെ പുറമെ ബോണസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് അവന്റെ ഏതൊരു കാര്യത്തിനും ഭൗതികമായും അവന് നേട്ടങ്ങൾ ലഭിക്കുന്നു എന്നത്. ഇപ്പൊ നിസ്കാരത്തിലേക്ക് ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ആദാബുകളൊക്കെ അങ്ങ് പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ അത് തന്നെ അവന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. നിസ്കാരത്തിലേക്ക് നോക്കുമ്പോ ആദ്യം തന്നെ നാം അശുദ്ധികളിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധിയാവണം. യാതൊരു മ്ലേച്ഛങ്ങളും അവനിൽ ഉണ്ടാവാൻ പാടില്ല. ശറഈയായ യാതൊരു മ്ലേച്ഛങ്ങളും അവന്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല, വസ്ത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല, സ്ഥലത്തും ഉണ്ടാവാൻ പാടില്ല. എല്ലാവിധ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായി പരിപൂർണ വൃത്തിയോടുകൂടെ അവൻ നിസ്കാരത്തിലേക്ക് നിൽക്കണം. എന്ന് പറഞ്ഞാൽ വുദൂ ചെയ്യുകയും ശറഈയായ യാതൊരു മ്ലേച്ഛങ്ങൾക്ക് സദാസമയവും അവന്റെ കൈയും കാലും മുഖവും എല്ലാ അവയവങ്ങളും അവന്റെ ജീവിതത്തിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അവയവങ്ങളും എല്ലാ സമയത്തും പരിപൂർണ വൃത്തിയിൽ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. പൂർണ്ണമായും അവന് വൃത്തിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അശുദ്ധി ഉണ്ടായാൽ ഉടനെ കുളിക്കണമെന്ന് പറയുമ്പോൾ അതിലൂടെയും അവന് തന്റെ വൃത്തി സംരക്ഷിക്കാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം വൃത്തി ഉണ്ടാവുക എന്നത് തന്നെയാണല്ലോ. ഏത് വുദൂ എടുക്കുമ്പോഴും ഏത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദന്തശുദ്ധീകരണം. അവന്റെ ആരോഗ്യത്തെ എത്രമാത്രം അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയേണ്ടതില്ല. ഉറങ്ങുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ദന്തശുദ്ധീകരണം നടത്തണം. അത് നിന്റെ ആരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നാം പറയേണ്ടതില്ല. അങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണമായി ശുദ്ധിയോടുകൂടെ അവൻ നിസ്കരിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുമ്പോ ആ വസ്ത്രത്തിൽ യാതൊരു മ്ലേച്ഛങ്ങളും ഉണ്ടാകാൻ പാടില്ല.
എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും അവന്റെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയായിരിക്കണം. അങ്ങനെയാണ് അവൻ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നത്. അതിലൂടെ അവന്റെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, നിസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിക്കുന്ന ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് അതിന്റെ യഥാസമയത്തു തന്നെ നിർവഹിക്കണമെന്ന നിർദ്ദേശം വരുമ്പോ അതിലൂടെ ആ ഒരു ടൈം ടേബിൾ, കൃത്യമായ ഒരു ടൈം ടേബിൾ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിക്കുകയും അങ്ങനെ ഏതൊരു വിഷയത്തിലും കൃത്യനിഷ്ഠയുള്ളവരായി വിശ്വാസികൾ മാറണം. അത് മാനസികമായ ഒരു ആരോഗ്യമാണ്. ഏതൊരു വിഷയത്തിനും കൃത്യനിഷ്ഠയുണ്ടാവുക എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കാരത്തിലൂടെ നമുക്ക് നിർബന്ധമാക്കുന്നു. കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം വിശ്വാസികൾ. ആ ഒരു കൃത്യനിഷ്ഠ, അവൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നീട് അവൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല, തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ പാടില്ല. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയിരിക്കണം, ജാഗ്രതയുണ്ടായിരിക്കണം. മാത്രമല്ല, കണ്ണിനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യായാമം നൽകുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ നിസ്കാരത്തിൽ ആദ്യമായി അവൻ ചെയ്യുന്നത്, നിസ്കാരത്തിന്റെ ഫർദുകളിൽ, നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനവും ഏറ്റവും അഫ്ളലായതുമായ കർമ്മം അവൻ നേരെ നിൽക്കുക എന്നതാണ്. തന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവനും തന്റെ കാൽപാദങ്ങളിൽ ആവാഹിച്ചുള്ള ആ നൃത്തം അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധത്തോടുകൂടെ നിൽക്കുന്ന നൃത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമത്തിന്റെ ഭാഗം കൂടെയാണ്. അതിനുശേഷമുള്ള റുകൂഅ്, അതിനുശേഷമുള്ള സുജൂദ്, ഇതിലൂടെയെല്ലാം തന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ഉത്തേജിപ്പിക്കുകയും അതിനെയെല്ലാം വളരെ സുന്ദരമായ രൂപത്തിൽ തന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ ഒരു നേട്ടം. അതുകൊണ്ടാണ് ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഒരിക്കൽ ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ, ആ മനുഷ്യൻ അവസാനമായി അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ഈ പാശ്ചാത്യ പണ്ഡിതൻ പറഞ്ഞു, ഇദ്ദേഹം തന്റെ ശരീരത്തിന്റെ 2 ഞരമ്പുകളല്ലാത്തത് മുഴുവനും പൂർണ്ണമായും ചലിപ്പിക്കേണ്ട രൂപത്തിൽ ചലിപ്പിച്ചിരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് അദ്ദേഹം സലാം കൂട്ടുന്നത്. ആ സലാം കൂട്ടുന്നതും കൂടെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞുപോയി, ഈ മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേണ്ട വ്യായാമം അവന്റെ ഈ കർമ്മത്തിലൂടെ അവൻ നൽകിയിരിക്കുന്നു. എത്ര സുന്ദരമായ ഒരു ഇബാദത്ത്! ആത്മീയമായ നേട്ടം, അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും അവന്റെ സന്തോഷവും നേടുക എന്ന വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേടുന്നതിന്റെ പുറമെ ബോണസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സന്തോഷം എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ചു നോക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖ് സാദ പറയുന്നത് കാണാം, സ്വലാ എന്ന ഈ പദം വരുന്നത് യഥാർത്ഥത്തിൽ തന്നെ ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ അവന്റെ നട്ടെല്ലിനോട് ചേർന്ന് കിടക്കുന്ന 2 നാഡികളുണ്ട്. ആ നാഡികൾക്ക് പറയുന്ന പേരാണ് സ്വലവാനി എന്നുള്ളത്. ആ സ്വലവാനി എന്നതിൽ നിന്നാണ് സ്വല്ല എന്ന പദം വരുന്നത്. കാരണം അങ്ങനെ പേര് വെക്കാനുള്ള ഒരു ഭൗതികമായ കാരണം അദ്ദേഹം പറയുന്നു. കാരണം ഈ നിസ്കാരത്തിലേക്ക് അവൻ നിന്നാൽ അവന്റെ സുഷുമ്നാ നാഡിയെ അഥവാ തന്റെ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെസ്സേജുകൾ നൽകുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡീ സംവിധാനത്തെ, അതിന്റെ ഇരുപാർശ്വങ്ങളിലുമുള്ള നാഡീ സംവിധാനങ്ങളെ ചലിപ്പിക്കുകയും അതിലൂടെ തന്റെ ഓരോ പ്രവർത്തനങ്ങളെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും സജീവമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതേ പേരിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതിനെ സ്വലാത്ത് നിസ്കാരം എന്ന് പേര് വെക്കാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ആഴമുള്ള കണ്ടെത്തലാണിത്. ഇവന്റെ നിസ്കാരത്തിലൂടെ അവന്റെ ശരീരത്തിൽ ചലിക്കേണ്ട ഓരോ അവയവങ്ങളെയും ചലിപ്പിക്കുകയും
അതിലൂടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യക്തമായ വ്യായാമം ലഭ്യമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യനും നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത് പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ ചെവിട്ടടിക്കും 10 ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹസനാത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തി വെക്കും. സയ്യിആത്തിന്റെ ഏടുകളിൽ നിന്ന് 10 എണ്ണം പൊറുക്കപ്പെടും. അവന്റെ 10 ദറജകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തി കൊടുക്കും. ഇങ്ങനെ പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമില്ലാത്ത പ്രതിഫലം നൽകുന്നു. എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള പ്രോത്സാഹനമാണ്. ഇന്നത്തെ വ്യായാമ മുറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമ മാർഗം അത് നടത്താണ്. ഇന്നൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? മുമ്പൊക്കെ ആളുകൾ നടന്നു പോകും, ഇന്നത്തെ ആളുകൾ നടക്കാൻ പോകുന്നു. ആളുകൾ നടന്നു പോയിരുന്നതിന് പകരം ഇന്ന് ആളുകൾ നടക്കാൻ പോകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് 10 ഹസനാത്തുകൾ ലഭിക്കുന്നു. നിങ്ങളുടെ സയ്യിആത്തിന്റെ ഏടുകളിൽ നിന്ന് 10 എണ്ണം പൊറുക്കപ്പെടുന്നു. ഏതൊരു സൽക്കർമ്മങ്ങളിലേക്ക് അവൻ പോകുമ്പോഴും നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്നതിനെയും ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിനെയും ഈ രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളുണ്ട്. ഏത് സൽക്കർമ്മത്തിന് വേണ്ടി ഒരാൾ നടന്നു പോകുമ്പോഴും ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ നടന്നു പോകുമ്പോൾ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രതിഫലം നൽകുന്നുണ്ട്. ബശിരിൽ മശാഈന ഫി ഖുൽമതി അൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, ഇരുട്ടിന്റെ മറവിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം ലഭിക്കുമെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ, മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ, അവർക്ക് ലഭിക്കുന്ന, അവർക്ക് നൽകുന്ന പ്രോത്സാഹനത്തിന്റെ ഉക്ക് നോക്കൂ. അവർക്ക് ഖിയാമത്ത് നാളിൽ പരിപൂർണ പ്രകാശം ലഭിക്കുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ നടത്തം ഇന്ന് നമ്മൾ വ്യായാമത്തിന് പോകുന്നത് എങ്ങനെയാ? വ്യായാമത്തിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോകുന്നത് വാഹനത്തിൽ കയറിയിട്ടാണ്. ഏറ്റവും വലിയ വ്യായാമം നടത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ നടത്തത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിലുള്ള വലിയ ഫലം നൽകിയിട്ടും അതിന് നമ്മൾ തയ്യാറാകുന്നില്ല, നടക്കാൻ തയ്യാറാകുന്നില്ല. അത് പള്ളിയിലേക്ക് നടക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെയോ ആ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പള്ളിയിലേക്ക് വാഹനത്തിൽ പോയി, പിന്നെ ഗ്രൗണ്ടിലേക്ക് വാഹനത്തിൽ പോയി, പിന്നെ അവിടെ നിന്നിട്ടാണ് ചാട്ടം. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അത് പ്രഭാത സമയത്ത് ആ നടത്തം പള്ളിയിലേക്കായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നാം സമർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഇബാദത്തല്ലേ. ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും ഓരോ ചവിട്ടടിക്കുകൾക്കും നമ്മുടെ നീയത്തനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 10 ഹസനാത്തുകൾ ലഭിക്കുകയല്ലേ. അതില്ലാതെ പിന്നെ നാം ചെയ്യുന്നത്, പിന്നെ വ്യായാമത്തിന് വേണ്ടി പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ വലിയ സൗഭാഗ്യത്തോട് കാണിക്കുന്ന നന്ദികളല്ലേ. നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വലിയ ഒരു സംവിധാനത്തോട് ചെയ്യുന്ന ഒരു നന്ദികളല്ലേ. അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്റെ കൂട്ടുകാരോടൊത്ത് നാട്ടുകാരോടൊത്ത് ചാടാനാണ് പോകുന്നത് എന്ന് പറയുമ്പോ അതിനേക്കാളും നല്ല ഒരു വ്യായാമം ഇവിടെ ഉണ്ടായിട്ടും അതിന് അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല.
അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ബനൂ സലമ ഗോത്രക്കാർ, ഞങ്ങൾ നബിയെ പള്ളിയുടെ പരിസരത്തേക്ക് ഞങ്ങൾ താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് ജമാഅത്തിലൊക്കെ വരാൻ നല്ല സുഖാണല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ബനൂ സലമ, ദിയാറുക്കും തുക്തബ് അസാറുക്കും, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ പള്ളിയുടെ പരിസരത്തേക്ക് മാറ്റണ്ട, അതിൽ നിങ്ങൾക്ക് വലിയ ഖൈറില്ല, മറിച്ച് നിങ്ങളുടെ വീടുകൾ അവിടെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നടന്നു പോവുക, പള്ളിയിലേക്ക് നടന്നു പോവുക എന്നതിന് വലിയ മഹത്വമുണ്ട്, വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ രൂപത്തിൽ വ്യായാമം ചെയ്ത് ശരീരത്തെ സംരക്ഷിക്കാനും വിശ്വാസികൾക്ക് വകുപ്പുണ്ട്. ആ ചെയ്യുന്ന വ്യായാമത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. ഇനി അതിനു പുറമെ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സലില്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെയാണ് ചോദിക്കേണ്ടത് എന്ന് വരുമ്പോൾ ആ ആഫിയത്ത് നേടാൻ ആവശ്യമായ ഏത് ഹലാലായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുവെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ വ്യായാമം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വ്യായാമം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ വ്യായാമം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിയമത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആരോഗ്യം സംരക്ഷിക്കുക എന്നത് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതിനു വേണ്ടി അവൻ ചെയ്യുന്ന ഏത് ഹലാലായ കാര്യവും അതിന് പ്രതിഫലം ലഭിക്കും. തന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും എനിക്ക് തന്നെ സന്തോഷത്തോടുകൂടെ ആരോഗ്യത്തോടെ ജീവിക്കാനും വേണ്ടി ഒരാൾ വ്യായാമം ചെയ്യുന്നുവെങ്കിൽ അതിനും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും. ആ ഉദ്ദേശത്തോടുകൂടെ ഒരാൾ കരാട്ടെ പഠിച്ചാലും കുംഫു പഠിച്ചാലും കളരി പഠിച്ചാലും എന്തൊക്കെ ബെൽറ്റുകൾ നേടിയാലും അതിനെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ അവന് പ്രതിഫലം ലഭിക്കും. അത്രയും വിശാലമാണ് ഇസ്ലാം. ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും പ്രതിഫലം ലഭിക്കും. ഹലാലായ കാര്യങ്ങളാണെങ്കിൽ ഏതിനും പ്രതിഫലം ലഭിക്കും. അപ്പൊ ആ രൂപത്തിൽ വ്യായാമം ചെയ്യുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് നീന്തൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമാണ് നീന്തൽ. ആ നീന്തൽ പഠിപ്പിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുതിര സവാരി, അതേപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഏത് കാര്യങ്ങളും പഠിക്കാൻ ഇസ്ലാം പ്രചോദിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു തെറ്റും ഇസ്ലാം കാണുന്നില്ല, ഒരു പ്രശ്നവുമില്ല. അതേ രൂപത്തിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കളിക്കുന്നത് അത് എല്ലാ രൂപത്തിലുള്ള ഹറാമുകളിൽ നിന്ന് മാറി നിന്നുള്ള കളിയാണെങ്കിൽ, അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും പണം വെച്ചുകൊണ്ടുള്ള കളി ഹറാമാണ്. അതേ രൂപത്തിൽ ഔറത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള കളി ഹറാമാണ്. നിസ്കാരം ഖളാ ആക്കിക്കൊണ്ടുള്ള കളി ഹറാമാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ നിലക്കും ഹലാലായ രൂപത്തിൽ അല്ലാഹുവിനെ ഹറാമായ ഒരു കാര്യവും ചെയ്യാതെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രൂപത്തിൽ അവൻ തന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കളിക്കുകയാണെങ്കിൽ ആ കളിയും വിരോധിക്കപ്പെടുന്നതല്ല. മറിച്ച് ഒരു ഫലമില്ലാത്ത ക്യാരംസ് പോലെയുള്ള ശരീരത്തിനും ഒരു ഫലമില്ല, മനസ്സിനും ഫലമില്ല, അങ്ങനെയുള്ള കളികളാണെങ്കിൽ അത് ഹറാമായ കളികളാണ്. അല്ലാത്ത ഏതൊരു കളികളും അതിൽ ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ. പണം വെച്ചുകൊണ്ടുള്ള കളിയാണെങ്കിൽ അത് ഹറാമാണ്. ഔറത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള കളിയാണെങ്കിൽ ആ നിലക്ക് അത് ഹറാമാണ്. നേരെ മറിച്ച് നിസ്കാരം കളാക്കിക്കൊണ്ടുള്ള കളിയാണെങ്കിൽ അതും ഹറാമാണ്. അതൊന്നും ഇല്ലാത്തതാണെങ്കിൽ തന്റെ ശരീരത്തിന്റെ ഫിറ്റ്നസ് സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഹലാലാണ്, ഒരു പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട വലിയ അഭ്യാസിയായിരുന്നില്ലേ? വലിയ അഭ്യാസിയായിരുന്നു. ഏത് അഭ്യാസിയെയും
പരാജയപ്പെടുത്താൻ മാത്രം പോന്ന അഭ്യാസം പഠിച്ച മഹാനായിരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നാൽ സയ്യിദുനാ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലും പരാജയപ്പെടുത്തിയ അത്രമാത്രം മുറകളറിയുന്ന അടവുകളറിയുന്ന മഹാനായിരുന്നു ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഭ്യാസങ്ങൾ പഠിക്കുന്നത്, വ്യായാമം ചെയ്യുന്നത് ഒന്നും ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. ഒന്നിനെയും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അതെല്ലാം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. നേരെ മറിച്ച് ഇതൊക്കെ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന്റെയൊക്കെ മറവിൽ ഹറാമുകൾ സംഭവിക്കുമ്പോൾ, ഇപ്പൊ പല സ്ഥലങ്ങളിലും വ്യായാമത്തിന് എന്ന പേരിൽ ചെറുപ്പക്കാരികളായ യുവതികൾ പോലും പുറത്തിറങ്ങിയിട്ട് അവരും ഈ ആണുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചാടുകയാണ്. ഓ എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചാടുമ്പോ നിങ്ങളുടെ മുന്നും വേഗമൊക്കെ ചാടും. അതൊക്കെ പലപ്പോഴും പല രൂപത്തിലും ഉള്ള ഹറാമുകൾക്ക് അത് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ പെണ്ണ് വ്യഭിചാരി പെണ്ണാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. എന്തിന് വ്യായാമം ചെയ്യാൻ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല? വ്യായാമം ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ വ്യായാമം ഇന്നുതന്നെ തുടങ്ങിയതല്ലോ. വീട്ടിൽ വെച്ച് വ്യായാമം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. നടത്താണെങ്കിലും ചാട്ടാണെങ്കിലും ഇനി മറ്റ് ഏത് വ്യായാമ മുറകളാണെങ്കിലും അത് വീട്ടിൽ വെച്ച് ചെയ്യാമല്ലോ സഹോദരിമാർക്ക്. അതിനു വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആണിന്റെ മുന്നിലൂടെ നടന്നുപോയി ആണിന്റെ മുമ്പിൽ വെച്ച് ചാടുന്ന ഈ സംവിധാനം അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യവുമല്ല. അത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമാണ്. നിസ്കാരത്തിന്റെ കാര്യം പോലും അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹുമൈദ് സായിദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ഓ ഉമ്മു ഹുമൈദേ, നീ മദീന പള്ളിയിൽ വന്ന് എന്റെ പിന്നിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നീ നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, നീ നിന്റെ വീട്ടിലെ മറ്റേതെങ്കിലും മുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, നിന്റെ വീട്ടിൽ നിന്റെ സ്വന്തം മുറിയിൽ നിന്റെ കിടപ്പ് മുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനാണ് നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നതെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട്, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗങ്ങളെയും മാനദണ്ഡങ്ങളെയും മുഴുവനും ധിക്കരിച്ചിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ചാടാൻ പോകുന്ന പെങ്ങളെ, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ പലർക്കും ഇപ്പൊ സംശയങ്ങളാണ്. എന്താണ് ഇങ്ങനെ ഉസ്താദുമാര് പലരും വ്യായാമത്തെ എതിർക്കാനുള്ള കാരണം? ഏതെങ്കിലും ഒരു ക്ലബിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഉസ്താദുമാര് ആരും വിമർശിച്ചിട്ടില്ല. എന്നാൽ ക്ലബിന്റെ പേരിലായാലും വ്യായാമത്തിന്റെ പേരിലായാലും മറ്റ് എന്തിന്റെ പേരിലായാലും അതിന്റെ പിന്നിൽ പല ഒളിച്ചു കടത്തലുകളും നടത്തുന്നുണ്ട്. അത് പറയൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ബിദ്അത്തുകാർ പലപ്പോഴും ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് ഈ രൂപത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ്. കേരളത്തിൽ ആദ്യമായി പ്രസ്ഥാനമുണ്ടാക്കിയത് വിദയികളാണ്. ഇന്നും വിദയികളുടെ പ്രസ്ഥാനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളോളം വളർച്ചയില്ല. ആദ്യമായി പ്രസ്ഥാനമുണ്ടാക്കിയ സ്ഥിതിയിൽ അവർക്കല്ലേ വളർച്ചയുണ്ടാകേണ്ടത്? എന്തുകൊണ്ട് അവർക്ക് വളരാൻ കഴിഞ്ഞില്ല? ഒരുപാട് കാലം വളരാൻ ശ്രമിച്ചിട്ടും വളരാൻ കഴിയാതിരുന്നപ്പോ ബിദ്അത്തുകാർ അവർ കണ്ടുപിടിച്ച മാർഗങ്ങളായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ആലിമീങ്ങളും അംഗീകരിക്കുന്ന ആത്മീയ മാർഗങ്ങളിലൂടെ ആത്മീയതയെ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസികളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയോ എന്ന് നോക്കുക. അതിനുവേണ്ടിയാണ് തബ്ലീഗ് ജമാഅത്തുകാര്
ഒരു കാലത്ത് നിസ്കാരമായിരുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തലപ്പാവ്, ബിരിയാണിക്ക് മേലെയുള്ള വസ്ത്രധാരണം. ഇതങ്ങോട്ട് കണ്ടാൽ സുബ്ഹാനല്ലാഹ് കെടിവെച്ച് പിടിക്കുന്നതാണ്. ഇതങ്ങ് കണ്ടിട്ട് അവരുടെ പിന്നാലെ പോകണ്ട. കാരണം കെടിവെച്ച് പിടിക്കലാണ്. എങ്ങനെയാ കെടിവെച്ച് പിടിക്കുക? എനിക്ക് നല്ല ഒരേക്കർ പൂളക്കേക്ക് കപ്പക്കിഴങ്ങിന്റെ കൃഷി എനിക്കുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി കെടിവെക്കുകയാണ്. കാരണം എന്താ? എലിയും നുണയനും ഇതുപോലെയുള്ള ജീവികളൊക്കെ വന്നിട്ട് എന്റെ പൂളക്കേക്ക് നശിപ്പിക്കാൻ വരുമ്പോ ഞാൻ വിഷം വെക്കാം. വിഷം വെക്കുന്നത് എലികളും ഈ പെരുച്ചായും ഒക്കെ ഉള്ള കല്ലിന്റെ കൂട്ടങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും മതിലിന്റെ അല്ലെങ്കിൽ കല്ലിന്റെ അല്ലെങ്കിൽ അവരുടെ മാളത്തിന്റെ ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി നമ്മളിങ്ങനെ വിഷം വെക്കും. ഈ വിഷം വെക്കുന്നത് പിറ്റേന്ന് രാത്രി, അടുത്ത രാത്രിയിൽ ഈ കപ്പക്കേക്ക് മാന്താൻ വേണ്ടി വരുന്ന എലി തന്റെ മാളത്തിന്റെ മുമ്പിൽ തന്നെ ആ മുതലാളി കപ്പക്കേക്ക് കൊണ്ടുവന്ന് വെച്ചത് കാണുമ്പോ സന്തോഷിക്കാം. ആ നല്ല മുതലാളിട്ടോ, നമ്മൾ അവിടെ പോയി തിന്ന് ഇടങ്ങേറാവണ്ടെന്ന് വിചാരിച്ചിട്ട് കപ്പക്കേക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോ ഏതെങ്കിലും ബോധമുള്ള ഒരു വന്നിട്ട് പറയും, നിക്ക് അത് തിന്നാനായിട്ടില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. മനുഷ്യൻ നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ കപ്പക്കേക്ക് നമ്മൾ അവിടെ പോയി തിന്നാ എന്നല്ലാതെ തബ്ലീഗ് ജമാഅത്തുകാരന്റെ നിസ്കാരം, അതാണ് തബ്ലീഗ് ജമാഅത്തുകാരന്റെ തലപ്പാവ്. അതേ രൂപത്തിൽ വിദഴികൾ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ രാഷ്ട്രീയത്തിന്റെ മറവിലൂടെ കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ മഹാന്മാരായ മുസ്ലിമീങ്ങൾ ആദരിക്കുന്നവരെ വെച്ചുകൊടുത്ത് അതിന്റെ പിന്നിലൂടെ കടന്നു വരാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി സംസാരിക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് അത്രയേ പറയുന്നുള്ളൂ. അതിന്റെ മറവിലൂടെയും കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ വ്യായാമത്തിന്റെ മറവിൽ കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പള്ളിയിൽ തന്നെ ടർഫുണ്ടാക്കിയിട്ട് അതിലൂടെ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പല രൂപത്തിലും ബിദ്അത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോ അതിനെതിരെ സംസാരിക്കാതിരിക്കാൻ പണ്ഡിതന്മാർക്ക് വകുപ്പില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്യും, അതിനെ ഉണർത്തും. അതിനാർക്കും അസ്വസ്ഥ പ്രകടിപ്പിക്കേണ്ട ആവശ്യവുമില്ല. അത് പണ്ഡിതന്റെ ബാധ്യതയാണ്. ബിദ്അത്തിന്റെ കനം കുറക്കാനുള്ള ഒരു മാർഗമാണ് പലപ്പോഴും ഇതൊക്കെ. ഏറ്റവും ചുരുങ്ങിയത് കണ്ടാൽ സലാം പോലും പറയാതിരുന്ന ആളുകളെ പരസ്പരം സലാം പറയിപ്പിച്ചു എന്നതൊക്കെ അവസാനം അവര് തന്നെ നേട്ടമായി എടുത്തു പറയുന്നുണ്ട് എങ്കിൽ എന്തിനാ അത് വ്യായാമ മുറയുടെ ഒരു വലിയ സംഭാവനയായി അത് പറയേണ്ട ആവശ്യം എന്താ? വ്യായാമമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ അവന്റെ കൂട്ടത്തിൽ മുസ്ലിം ഉണ്ടാകും, കാഫിർ ഉണ്ടാകും, ഹിന്ദു ഉണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, താഴ്ന്ന ജാതിക്കാരുണ്ടാകും, ഉയർന്ന ജാതിക്കാരുണ്ടാകും, സുന്നി ഉണ്ടാകും, മുജാഹിദ്. ഇതിന്റെ ഇടയിൽ പിന്നെ എല്ലാ വിഭാഗവും ഉണ്ടാകും. പിന്നെ എന്തിനാണ് അതിന്റെ ഇടയിൽ ഒരു സലാമിന്റെ മഹത്വം പറയേണ്ടത്? അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയോ ഒളിച്ചു കടത്തലുകൾ അതിന്റെ പിന്നിലുണ്ട് എന്ന്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലാണ് ബിദ്അത്ത് എല്ലാ കാലത്തും സമുദായത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അതിലേക്ക് പോകുന്ന ആൾക്കാർ ബിദ്അത്തിനോട് അവരുടെ മനസ്സിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെടേണ്ടതാണ്. ആ വെറുപ്പ് കുറയുകയെങ്കിലും കനം കുറയുകയെങ്കിലും ചെയ്യും. അത് തന്നെ വലിയ അപകടമാണ്, പേടിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഏത് വ്യായാമത്തിന് വേണ്ടി ആര് പോകുകയാണെങ്കിലും അത്തരം ഏതെങ്കിലും ഒളിച്ചു കടത്തലുകളുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നതിലേക്ക് പോകരുത്. അല്ലാത്തതിലേക്ക് പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരു നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് അല്ലെങ്കിൽ പ്രായമായവർ തന്നെ കൂടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ സംഘടിച്ചിട്ട് വ്യായാമം നടത്തുകയാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് അതിന്റെ മറവിലൂടെ ഒളിച്ചു കടത്തലുകളുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും നാം ഒഴിവാക്കേണ്ടതാണ്. അത് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിലൂടെ അത് അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ചേർത്തി തരട്ടെ.
ഇനി ഇതിനൊക്കെ പോകുമ്പോഴും വ്യായാമത്തിന് പോകുന്നുണ്ട്, മറ്റു പല സംഗതികൾക്കും പോകുന്നുണ്ട്, ആരോഗ്യ സംരക്ഷണത്തിന് എന്ന് തോന്നുന്ന മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഭക്ഷണം കഴിക്കുന്നിടത്ത് യാതൊരു ശ്രദ്ധയില്ലാതെ ഭക്ഷണം കഴിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് ബോധം ഉണ്ടാവേണ്ടത്. വാരി വലിച്ച് തിന്നുന്ന ഒരു സംസ്കാരം ഇന്ന് പലപ്പോഴും നമ്മൾ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. അത് തന്നെ പൊരിച്ചതും കരിച്ചതും വേണ്ടതും വേണ്ടാത്തതും എല്ലാം വാരി വിരുദ്ധാഹാരങ്ങളും ഒക്കെ എല്ലാം ഉണ്ടാകും. ഒരു മേശയുടെ ടേബിളിലേക്ക്, ഒരു സദ്യയുടെ ടേബിളിലേക്ക് അങ്ങ് ഇരുന്നാൽ, അതിന്റെ സുപ്രയിലേക്ക് അങ്ങ് ഇരുന്നാൽ എല്ലാ വിരുദ്ധാഹാരങ്ങളും അതിലുണ്ടാകും. അവിടെ നിന്ന് ഇങ്ങനെ ആ ഭക്ഷണം എല്ലാം മൂക്കറ്റം തിന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ നോക്കുമ്പോ അപ്പുറത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. അതും കൂടെ തിന്നുമ്പോഴേക്കും ഏകദേശം അവന്റെ ആമാശയവും മറ്റു ഒക്കെ നിറഞ്ഞിട്ട് അവസാനം ഇതുവരെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ മുകളിലേക്കാണ് അവസാനം ഒരു മൈസൂർ പഴവും ഒരു പൂവമ്പഴവും ഒക്കെ കുത്തിവെക്കുന്നത്. അതിന്റെ ശേഷം പിന്നെ ഇതൊക്കെ ഒന്ന് ദഹിച്ചു കിട്ടാൻ എന്ന പേരിൽ ഒരു ചുക്കാപ്പി. ഇങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ രീതിയെങ്കിൽ ഇത് കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മോട് നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നാം ഇത്തരം വ്യായാമ മുറകളും ശീലിക്കാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പ്രകൃതിദത്തമായി പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് മുളച്ച് പൊന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഭക്ഷണങ്ങൾ. വല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബും വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് അവൻ വെള്ളം നൽകുന്നു. ആകാശത്തിൽ നിന്ന് വെള്ളം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാലികൾ മേയ്ക്കുന്നു. അത് മാത്രമല്ല, യുംബിതു ലക്കും ബിഹിസ്സറു വസ്സൈതൂന വന്നഖീല വല്ലഅനാബ്, വ്യത്യസ്ത രൂപത്തിലുള്ള കായ്കനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിലൂടെ മുളപ്പിച്ചു തരുന്നു. നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ധാന്യവിളകളും അതേപോലെ സൈത്തൂനും, നിങ്ങൾക്ക് ഒലീവുകളും ഈത്തപ്പനകളും മുന്തിരികളും മറ്റെല്ലാ ഫലവർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു. മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا نكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തോട്ടങ്ങൾ നൽകുന്നു, ഈന്തപ്പനകൾ നൽകുന്നു, വിവിധ രൂപത്തിലുള്ള കായ്കനികൾ നൽകുന്നു. പരസ്പരം തുല്യമായി തോന്നുന്നതും എന്നാൽ ഒരു നിലക്കും ബന്ധവുമില്ലാത്ത പല രൂപത്തിലുള്ള കായ്കനികളും ഫലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതോരോന്നും കായ്ച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിക്കാം. കുലൂ മിൻ സമരിഹി ഇദാ അസ്മർ, അതൊക്കെ കായ്ച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഭക്ഷിക്കാം എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നു, വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമാക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഓവറാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. മൂക്കറ്റം തിന്നുന്നത് ഓവറാക്കലാണ്. ഒരിക്കലും തന്നെ ആ രൂപത്തിൽ നീ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഇസ്ലാമിന്റെ രൂപം എങ്ങനെയാ? വയറ്റിന്റെ 1/3 ഭാഗമാണ് ഭക്ഷണം വേണ്ടത്, 1/3 ഭാഗമാണ് വെള്ളം വേണ്ടത്, 1/3 ഭാഗം ഒഴിഞ്ഞു കിടക്കട്ടെ. അത് നിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്.
ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുന്നത് കാണാം, നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഇയ്യാകും വൽ ബത്ന ഫി തആമി വശറാബ്, ഭക്ഷണം കഴിച്ചുകൊണ്ടും വെള്ളം കുടിച്ചുകൊണ്ടും നിങ്ങളുടെ വയറ് നിറക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അത് നിങ്ങളുടെ ജസദിനെ ഫസാദാക്കുന്നതാണ്, നശിപ്പിച്ചു കളയുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ പലതും ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിങ്ങൾക്ക് മടി വരുത്തുന്നതുമാണ്. നിങ്ങൾക്ക് പല രൂപത്തിലുള്ള രോഗങ്ങളും വരുത്തുന്നതാണ്. അതുകൊണ്ട് ഓവറായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓവറായി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാനാണ്. ഒരിക്കലും അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. وأخرجنا منها حبا فمنه يأكلون وآية لهم الأرض الميتة أحييناها. സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു ദൃഷ്ടാന്തമാണ്. അവൻ ഭൂമിയെ ഹയാത്താക്കുന്നു. എന്നിട്ടോ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ധാന്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു തരുന്നു. വമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നല്ലേ അവർ മുഴുവനും ഭക്ഷണം കഴിക്കുന്നത്. അതിൽ നിന്നല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അമിതമായി കഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഇത് പറയുന്നത് കാണാം. വീണ്ടും പറയുന്നത് നോക്കൂ, ബഹുമാനപ്പെട്ട സൂറത്തു യാസീനിൽ പറഞ്ഞതിന് പുറമെ അതേപോലെ സൂറത്തുൽ മുൽക്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. ആ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അത് നിങ്ങൾ നല്ലോണം കഴിക്കണം. ലഹ്മ് നല്ല ഭക്ഷണമാണ് എന്ന് കാണാം. ലഹ്മ് നല്ല ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് ഹദീസിൽ കാണാം. അത് ഉദ്ദേശിക്കുന്നത് ആ ലഹ്മ് തിന്നിട്ട് അതിനനുസരിച്ചുള്ള ജോലികളും ചെയ്യുന്ന ആളുകൾക്കാണ്. നേരെ മറിച്ച് നല്ലോണം മൂക്കറ്റം മത്സ്യവും മാംസവും ചിക്കനും, അതും ഈ ഹോർമോൺ വല്ലാതെ കുത്തിവെച്ച ചിക്കൻ അതങ്ങ് അടിച്ചിട്ട് അവന്റെ വയറും ചാടി ശരീരത്തേക്കങ്ങ് നോക്കിയാൽ എല്ലാം ആകെ വികൃതമായ രൂപത്തിലാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതലായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇപ്പൊ പല ആളുകളോടും ഡോക്ടർമാർ നിർദ്ദേശിക്കും, രാത്രി ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ സലാഡ് കഴിച്ചാൽ മതി എന്ന് പറയും ഡോക്ടർമാർ. അപ്പൊ ഈ സാധു ചിന്തിക്കുക, ഈ പറഞ്ഞതിപ്പോ ഭക്ഷണത്തിന് മുമ്പാണോ അതോ ശേഷാണോ? എന്നിട്ട് ഒരു 2 പ്ലേറ്റ് ചോറും പിന്നെ അതിന്റെ പുറമെ 1 പ്ലേറ്റ് സലാഡും. അങ്ങനെയല്ല, അവിടെ ഈ ഓരോ പല ഭയവർഗങ്ങളും എത്രത്തോളം ചോദിച്ചാൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസത്തിൽ അവൻ രാവിലെ 7 കാരക്ക കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് അവൻ അത്താഴം കഴിച്ചാൽ തന്നെ ആ ദിവസത്തിൽ അവന് പിടിച്ചു നിൽക്കാൻ ആവശ്യമുള്ളത് മുഴുവനും അതിൽ തന്നെയുണ്ടെന്ന് ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുമല്ലേ. പഴങ്ങളിൽ ഒരുപാട് വിറ്റാമിൻസുകളുണ്ട്. അത് തന്നെ ഓരോ നാട്ടിലുമുള്ള ആളുകൾ ആ നാട്ടിലുള്ള ഭക്ഷണം കഴിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതപ്പോഴാ, ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ പരാജയം നമുക്ക് വന്നതപ്പോഴാ, അത് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കി. എന്നിട്ട് വിദേശത്ത് നിന്നുള്ള ഭക്ഷണങ്ങൾ ഓരോ രാജ്യത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ കപ്പയും ചക്കയും ആ വാഴയുടെ തട്ടയും അതിന്റെ തണ്ടും ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ്. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ കഴിക്കുന്ന കാലത്തെ ആളുകൾ ഇങ്ങനെ വ്യായാമം ചെയ്യാൻ വേണ്ടി ആരും അന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷന്റെ മുമ്പുണ്ടായിരുന്ന ഈ 90 കിഡ്സ് എന്ന് പറയുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷൻ, അന്ന് അവരൊക്കെ എല്ലാ ദിവസവും അവർ കഴിക്കുന്നത് തന്നെ
ഈ കപ്പയും അതിന്റെ തോലും ചക്കയും അതിന്റെ ചൗളിയും അതേപോലെ വാഴയുടെ തട്ടയും ഇതൊക്കെ കഴിക്കുന്ന കാലത്ത് അവര് വ്യായാമം ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടില്ല. അവര് ചാടാനും ഓടാനും പോകേണ്ടി വന്നിട്ടില്ല. നേരെ മറിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം, ഈ നാട്ടിൽ ജീവിക്കുമ്പോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കേണ്ടതിന് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ വന്നിട്ട് രാത്രി സമയങ്ങളിൽ എവിടെ ഏതിലൂടെ പോയാലും കരിഞ്ഞ വാസനകൾ വരുന്നത് നാം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് ആ ഭക്ഷണം മുഴുവനും അടിച്ച് കയറ്റിയിട്ട് അത് തന്നെ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയപ്പോഴാ? രാത്രിയിലെ ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കണം. ആ നേരത്തെ കഴിക്കുന്ന പകരം ഏറ്റവും അവസാനം രാത്രിയിൽ ടെറസിൽ പോയി പന്ത് കളിയും കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഏകദേശം 10-12 മണിയാകുമ്പോ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകുമ്പോ അത് കുഴിമന്തിയല്ല, കുഴി മാന്തുകയാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഈ രൂപത്തിൽ വഷളാക്കിയത്. എന്നിട്ടോ അതിനനുസരിച്ച് പിന്നെ പിറ്റേന്ന് പണിയൊന്നുമില്ലല്ലോ. ആ രാത്രി 12 മണി വരെ പള്ളിയിൽ ടർഫിൽ പോയി കളിച്ചിട്ട് സുബഹിന്റെ നേരത്തെ കിടന്നുറങ്ങും ചെയ്യാം. പിന്നെ എങ്ങനെ ഉണ്ടാകും ആരോഗ്യം? ഇസ്ലാം ഓരോന്നിനും വ്യക്തമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നില്ലേ? എപ്പോഴാണ് രാത്രിയിൽ ഭക്ഷണം കഴിക്കേണ്ടത്? പരമാവധി മഗ്‌രിബിന്റെ മുമ്പ് കഴിയുമെങ്കിൽ അവിടെ കഴിക്കണം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഇശാന്റെ മുമ്പ് കഴിക്കണം. അതിനും കഴിയില്ലെങ്കിൽ രാത്രി പരമാവധി നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഏകദേശം നാം കഴിച്ച ഭക്ഷണം ഒന്ന് സെറ്റാവണം. ഇതങ്ങനെയല്ല. പകല് മുഴുവനും ഭക്ഷണം കഴിച്ചു, രാത്രി ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് ഓം എന്ന് പറഞ്ഞ് ഇവൻ പോയി കിടന്നുറങ്ങുക. ഈ മഴയത്ത് രാവും പകലും ഈ സാധു ആമാശയത്തിന് ഇതന്നെ പണി. മൂപ്പരിക്ക് ഒരു റെസ്റ്റുമില്ല. അതല്ലേ പണ്ട് നോമ്പ് കാലത്ത് നമ്മൾ വായിച്ചില്ലേ ഒരു ചെറുകഥ? എന്താ? ആന്തരിക അവയവങ്ങൾ, ദഹന വ്യവസ്ഥയിലുള്ള അവയവങ്ങൾ പരസ്പരം പരാതി പറയാണ്. ഈ പഹയൻ ഇപ്പോൾ പകല് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമല്ല, രാത്രി അതിനുകൂടെയുള്ള പ്രതികാരം അവൻ തീർക്കും. നോമ്പ് തുറക്കുമ്പോൾ ഒരു ഭക്ഷണം, തറാവീക്ക് പോകുമ്പോൾ ഒരു ഭക്ഷണം, തറാവീ കഴിഞ്ഞ് വന്നാലൊന്ന്, ഉറങ്ങുന്നതിന്റെ മുമ്പൊന്ന്, പിന്നെ അത്താഴത്തിനും, അങ്ങനെ ആയിട്ട് പല സമയത്ത് ഭക്ഷണം കഴിച്ച് അതിനൊക്കെയുള്ള പ്രതികാരം അവൻ ചെയ്യും. അങ്ങനെയല്ല ഭക്ഷണം. വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. വേനൽക്കാലായ പിന്നെ എത്ര വെള്ളം കുടിക്കാനല്ല, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതാണ് ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം. ബാക്കിയുള്ളത് മുഴുവനും ഇസ്രാഫാണ്. ആ രൂപത്തിലുള്ള ഭക്ഷണത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നേരത്തെ ഉറങ്ങണം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ ഉണരണം. അതും അവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നേരം വെളുത്താ പിന്നെ ജോലിക്ക് പോകലാണല്ലോ. ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ വെച്ച് ഏറ്റവും നല്ല ജോലി അത് കൃഷിയാണെന്ന് ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? അവന് കഴിക്കാൻ ചക്കയും മാങ്ങയും, അവനാവശ്യമായ വാഴയും കായയും അതിന്റെ തട്ടയും എല്ലാം ഭൂമിയിലുണ്ടാകണം, അതവൻ കഴിക്കണം. അല്ല, ഇനി മറ്റു കൃഷികൾ നടക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ അവിടെയുള്ള കൃഷി അവിടെ നടക്കണം, അതവൻ കഴിക്കണം. എന്നിട്ട് പിറ്റേന്നും അവൻ ജോലിക്ക് പോകണം, അവൻ കൃഷി ചെയ്യണം. ആ കൃഷിയിൽ നിന്ന് അവിടെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ ഖിയാമത്ത് നാളിന്റെ ഇരമ്പക്കം കേട്ടാലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയും നിങ്ങൾ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കണമെന്ന് ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ കൃഷിയും നിങ്ങൾ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ നിങ്ങൾ കൃഷി ചെയ്തിട്ട് ആ കൃഷിയിൽ നിന്ന് വല്ലതും മോഷ്ടിക്കപ്പെട്ടാൽ അത് നിങ്ങൾക്ക് സ്വതക്കയാണ്. അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ അതും നിങ്ങൾക്ക് സ്വതക്കയാണ്. അതിൽ നിന്ന് പക്ഷികൾ കൊത്തിയാൽ
മറ്റു ജീവികൾ കൊത്തിയാൽ അതും നിങ്ങൾക്ക് സ്വതക്കയാണെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കൈ തൊഴിൽ ചെയ്യുക എന്നത്. മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി വ ഇന്ന നബിയല്ലാഹി ദാവൂദ കാന യഅകുലു മിൻ അമലി യദിഹി. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ ഭക്ഷണം അവൻ അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മഹാനായിരുന്നു എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല ജോലി അധ്വാനമുള്ള ജോലികളാണ്. അധ്വാനമുള്ള ജോലികൾ, കൃഷി, കൈത്തൊഴിലുകൾ, ഇതിനെല്ലാം വലിയ സ്ഥാനമുണ്ട്. കാരണം എന്താ? അതിലൂടെ അവന് വ്യായാമം ലഭിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തിരുന്ന കാലത്ത് കൂടുതൽ മനുഷ്യൻ വ്യായാമത്തിന് വേണ്ടി വേറെ പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് അത് ജോലി ചെയ്ത് ഉണ്ടാക്കുക. ഇന്ന് നമ്മുടെ ഭക്ഷണം ഒന്നും അങ്ങനെയല്ലോ, എല്ലാം നമുക്ക് പുറത്തുനിന്ന് വരിക. നാം തന്നെ നമ്മുടെ വീടുകളിൽ നമുക്കാവശ്യമുള്ള പച്ചക്കറിയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായ ഒരു സംഗതിയായിരിക്കും എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്, ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം. എന്നാൽ ഏറ്റവും വലിയ വില്ലനായി മാറുന്നതും ഈ ഭക്ഷണം തന്നെയായിരിക്കും. ആ ഭക്ഷണമൊക്കെ ശരിയായ രൂപത്തിൽ കഴിച്ചിട്ട്, കഴിക്കേണ്ട രൂപത്തിൽ കഴിച്ചിട്ട്, അവിടെയൊക്കെ പറയുന്ന ആദാബുകളൊക്കെ പാലിച്ചിട്ട്. പലപ്പോഴും പല ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ കൈയൊന്ന് നനച്ചു പോകും. കൈ നനച്ചല്ല, ഒരച്ച് കഴിയേണ്ടത് അപ്പോഴാണ്. ആ രൂപത്തിൽ ശ്രദ്ധിക്കണം. അവിടെ ഓരോ മേഖലയിലും നാം ഇതിലൊക്കെ നമുക്ക് ഒരു മുസ്ലിം ഇതൊക്കെ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലവും ലഭിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു. എല്ലാത്തിനും അവന് പ്രതിഫലവും ലഭിക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകുന്നതിന്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകുന്നതിന്, മിസ്വാക്ക് ചെയ്യുന്നതിന്, എല്ലാത്തിനും അവന് പ്രതിഫലം കൂടെ ലഭിക്കുമ്പോൾ നമുക്കിതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇരട്ടി മധുരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ആ രൂപത്തിൽ എല്ലാം നമുക്ക് ഖൈറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരട്ടെ. നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാതെയും നമുക്ക് ദുആ ചെയ്യാൻ കടപ്പെട്ട നിരവധി ആളുകളുണ്ട്. അർഹമർ റഹീമായ അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എൻ്റെ നാട്ടുകാരനും എൻ്റെ അടുത്ത കുടുംബാംഗവുമായിരുന്ന ബഹുമാനപ്പെട്ട എൻ്റെ ഒരു അമ്മാവനുകൂടെയായി വരുന്ന ബഹുമാനപ്പെട്ട ഒറ്റക്കത്ത് അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതേപോലെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പ്രയാസമുള്ളവർക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. കടമുള്ളവർക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളിലും ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം ഇരു വീട്ടിലും ആഫിയത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയോടൊത്ത് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.